ഇതുപോലെ നിങ്ങൾ സമൂസ ഷീറ്റ് ഉണ്ടാക്കി വെക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോമ്പിന് ഒരു 2 ആഴ്ചത്തേക്ക് സമൂസ ഷീറ്റ് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയെന്ന് വെച്ചാൽ സുഖമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് സമൂസ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. ചിലവരൊക്കെ പറയുന്ന കേൾക്കാം നമ്മളിങ്ങനെ അട്ടിക്കിട്ടിട്ട് പരത്തിയിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിച്ചു എന്ന്, തീരെ പറിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ സമൂസേൻ്റെ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുക, പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് ലൈക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റും ഇട്ടണേ, എന്നാലാണ് നമ്മളെ വീഡിയോ മുന്നോട്ട് ഓടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും ചെയ്യാൻ പറയുന്നത്. കമൻറ്റായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സ്മൈലോ എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ മതി കേട്ടോ, അല്ലാണ്ട് നീട്ടി വലിച്ച് ചെയ്താനല്ല പറയുന്നത്. അപ്പം ഞാനിവിടെ ഒരു കപ്പിൻ്റെ അടുത്ത് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു സമൂസ ഷീറ്റ് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2.5 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ 2.5 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ സാധാരണ ചേർത്ത് കൊടുക്കൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 കപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു കപ്പിന് 3-4 കപ്പൊക്കെ ചേർത്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടി ബാക്കി കോൺഫ്ലവർ ഉണ്ടായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താന്ന് കേട്ടോ. മൊത്തത്തിലിപ്പോൾ ഒരു കപ്പിൻ്റെ ആയിക്കിട്ടോ. അപ്പോൾ അതാ ഞാൻ ഇത് മുഴുവനായിട്ടൊന്ന് കുറച്ച് വെള്ളവും ഉപ്പിട്ടിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. 1 ടീസ്പൂൺ തന്നെ ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിന് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല നെയ്യുള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുതേ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം കുഴച്ചെടുക്കട്ടെ. ഓയിലൊന്ന് നല്ലോണം മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. നല്ല ലൂസായി പോകരുത് കേട്ടോ, ഒന്ന് കുറച്ചൊരു ടൈറ്റിൽ തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലും അത് കറക്റ്റായിട്ട് നമുക്ക് ലെയറായിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് ടൈറ്റിൽ തന്നെ കുഴച്ചെടുക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മളതാ കുഴച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഭൂരിനെക്കാട്ടും കുറച്ച് വലുപ്പത്തിലാണ് ഞാനിത് ഉരുളകളാക്കി ഇടുന്നത്. നമ്മളിപ്പോൾ ചപ്പാത്തിൻ്റെ മാവ് ഏകദേശം ഉരുളാക്കിയല്ലേ, അതിനേക്കാട്ടും കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഉരുളാക്കിയിട്ടത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10-30 എണ്ണം ഉണ്ട് കേട്ടോ. 30 എണ്ണം ഒന്നല്ല ആയിരിക്കും, ഞാൻ എണ്ണി നോക്കിയില്ല. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ എനിക്ക് ഒരുത്തേലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്യാന്ന് കേട്ടോ. കുറച്ച് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യും, ബാക്കിയുള്ളത് കുറച്ച് പകുതി എടുത്തിട്ട് ഞാൻ ഒരു വൈക്ക് എനിക്ക് കൊണ്ടുപോകാനുണ്ട് കേട്ടോ സമൂസ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ, ഫ്രിഡ്ജിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെ അതുപോലത്തെ 2 ആഴ്ച വരെ നിൽക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ലേശം അരിപ്പൊടിയും കോൺഫ്ലവറും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മൈദപ്പൊടി എടുക്കരുത് കേട്ടോ, കുറച്ച് അരിപ്പൊടിയും അതുപോലെ തന്നെ ലേശം കോൺഫ്ലവർ ഇട്ടിട്ട് മിക്സ് ആക്കിയതാണ്. എന്നിട്ട് ഇതേപോലെ നമ്മളിപ്പോൾ ഏകദേശം ഒരു പൂരിനേക്കാട്ട് കുറച്ച് വലുപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇത്രയും വലുപ്പത്തിലാണ് ഞാൻ പരത്തിയെടുത്തത്. ഇപ്പോൾ ഞാൻ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് അരിപ്പൊടി ഞാൻ അതിൻ്റെ മേലെ തൂക്കി കൊടുത്തിന് കേട്ടോ. അങ്ങനെ തൂകേണ്ട ആവശ്യമില്ല, കാരണം എന്നോട് വിട്ടുപോയതാണ്, ഓർമ്മയില്ലാണ്ട് ചെയ്തു പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതും കൂടി എടുത്തിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 6 പീസ് വരെ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ. പിന്നെ ഇങ്ങനെ പരത്താൻ മടിയുള്ളവരെന്ന് വെച്ചാൽ ചപ്പാത്തി പ്രസ് ഉണ്ടെങ്കിൽ അതിൽ അമർത്തിയിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ എനിക്ക് ഇങ്ങനെ പരത്തിയിട്ട് ചെയ്യുന്നതാണ് ഒന്നും കൂടി കറക്റ്റായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ചപ്പാത്തി പ്രസ്സാകുന്നവരെ പെട്ടെന്ന് തന്നെ കൈയും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയും പരന്നൊന്നും കിട്ടിയല്ലോ, നമുക്ക് ഏകദേശം പൂരിൻ്റെ ആ ഒരു വലുപ്പത്തിലാണല്ലോ കിട്ടുക. അപ്പോൾ ഞാനൊരു 5-6 പീസ് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ചില നേരം ഞാൻ തല തിരിഞ്ഞ് കളിക്കുന്നുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ ഞാൻ ലാസ്റ്റ് വരുത്തിയായൊരു ചപ്പാത്തി ഇല്ലേ, പത്തിരി എടുത്തിട്ട് ഞാൻ നേരെ പോയിട്ട് ആ പൊടിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് അതൊന്നും മൈൻഡാക്കണ്ട കേട്ടോ.
അപ്പോൾ ഇതാ കുറച്ച് പിന്നെ ഓയിൽ അതിൻ്റെ മുകളിൽ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓയിൽ തന്നെ തടവണം കേട്ടോ, വെളിച്ചെണ്ണ തടവാൻ പാടില്ല. വെളിച്ചെണ്ണ തടവി കഴിഞ്ഞാൽ എന്താ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാ പിന്നെ പത്തിരിൻ്റെ മുകളിലും നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം, ഓയിൽ പരത്തി കൊടുക്കാം. നമ്മൾ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അരിപ്പൊടി ആക്കി കൊടുക്കണം കേട്ടോ. അരിപ്പൊടി ആക്കിയതിന് ശേഷം നമ്മളിങ്ങനെ ഓരോന്നും അട്ടി വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരിപ്പൊടിയും കോൺഫ്ലവറും കൂടി ഇല്ല, ആ ഒരു മിക്സാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓയിൽ ചേർത്ത് കൊടുത്ത ഓയിൽ തേച്ച് കൊടുത്ത ആ ഭാഗത്താണ് നമ്മളിപ്പോൾ കോൺഫ്ലവറും അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതേപോലെ മുഴുവനായിട്ടും വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ 5 അട്ടിയാണ് ഞാനിപ്പം വെച്ച് കൊടുത്തത്. ഇത് ഇതേപോലെ അമർത്തി വെച്ച് കൊടുക്കുക, കറക്റ്റാണ്. എന്നിട്ട് ഇതുപോലെ ഓരോന്നും ചെയ്തെടുക്കുക. ഇതിപ്പോൾ 5 ഈച്ചാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ബാക്കി ഞാൻ മുഴുവനായിട്ടും പരത്തിയിട്ടിട്ട് ലാസ്റ്റാണ് മുഴുവനായിട്ടും ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇത് മുഴുവനായിട്ട് ഞാനിപ്പോൾ അരിപ്പൊടി ഇട്ട് പരത്തിയെടുക്കുന്നുണ്ട്. അരിപ്പൊടിയും കോൺഫ്ലവറും കൂടിയാണല്ലോ, പെട്ടെന്ന് തന്നെ നമുക്കിത് ഇതേപോലെ പരത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് പരത്തിയിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് പരത്തി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അട്ടി എടുത്തിട്ട് ഞാനൊന്ന് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അധികം പരന്നുകൊണ്ട് ആവശ്യമില്ല കേട്ടോ, കുറച്ചൊരു കട്ടിക്ക് വേണം. സമൂസ ആവുന്ന സമയത്ത് കുറച്ചൊരു കട്ടി ഉണ്ടാവില്ല, അധികം കട്ടി വേണ്ട. ഒരു എന്താ ഒരു ഏകദേശം ഒരു മനസ്സിലാവില്ല ഏകദേശം എത്ര കട്ടി വേണം എന്നുള്ളത്. അപ്പം നല്ലോണം പരക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ ഏകദേശം പരന്നിട്ടാണുള്ളത്, എന്നാലും നല്ലോണം പരത്തേണ്ട ആവശ്യമില്ല. ഒരു ഏകദേശം ഒരു ചപ്പാത്തിൻ്റെ ആ ഒരു വലുപ്പത്തിൽ മാത്രമാണ് കേട്ടോ ഞാനിത് പരത്തുന്നുള്ളൂ. നല്ലോണം പരത്തി കഴിഞ്ഞാൽ എന്താ നമുക്ക് സമൂസ എന്താ ചീഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അധികം നല്ലോണം പരത്തിയില്ല, കുറച്ചൊരു എന്താ കട്ടിക്ക് വേണേ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇതേപോലെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉൾഭാഗം വെന്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ പറ്റിപ്പോകും കേട്ടോ. അപ്പോൾ അതാ നല്ലോണം തീ കുറച്ച് വെച്ചിട്ട് 2 സൈഡ് ഇതേപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് ഇത് ചൂടാക്കി എടുക്കട്ടോ. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ലെയർ വിട്ട് വിട്ട് കിട്ടും കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് തന്നെ അങ്ങ് വിട്ട് കിട്ടിയിട്ടുണ്ട്. അത് എന്നോട് കൈ തട്ടിപ്പോയതാണ് കേട്ടോ, ചെറുങ്ങനൊന്നും അവിടെ പൊട്ടിയത്, കുഴപ്പമില്ല. അപ്പോൾ അത് നമ്മൾ മടക്കുന്നതിൽ നമുക്ക് കറക്റ്റാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തീ നമ്മൾ കൂട്ടി വെക്കാനേ പാടില്ല കേട്ടോ, തീ കുറച്ച് തന്നെ വെക്കണം, എന്നാലന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് വിട്ട് കിട്ടും. അപ്പോൾ കോൺഫ്ലവർ ചേർത്തത് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നമ്മളെ സമൂസൻ്റെ ഷീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, എൻ്റെ കയ്യിൻ്റെ അടിവരെ കാണുന്നുണ്ട് കേട്ടോ. എന്നാലും അധികം നൈസായിട്ടുമല്ല, അധികം കട്ടിക്കുമല്ല, അത്ര ടൈപ്പിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ചട്ടിപ്പത്തിരിയൊക്കെ ചൂടേണ്ടതെന്ന് വെച്ചാൽ നല്ല നൈസാക്കിയിട്ട് തന്നെ പരത്തിയിട്ട് ഇതേപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സമൂസൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ശേഷം ഒരു കട്ടിക്ക് കൊടുത്തത്. അപ്പോൾ ഈ ഒരു മുഴുവൻ തൊഴിലും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് തണിയാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ബാക്കിയും കൂടി പരത്തിയിട്ട് ഇതേപോലെ തന്നെ ഞാൻ ചുട്ടെടുക്കട്ടെ. ഇനിയിപ്പോൾ ഈ ഒരു സമൂസ ഷീറ്റ് ഞാനിപ്പോൾ ഇതേപോലെ തന്നെ അട്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് എല്ലാം കൂടി ഒന്നായിട്ട് വെച്ചിട്ട് ഞാൻ നടുഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും, അടിപൊളിയല്ലേ. അപ്പോൾ നമ്മളെ സമൂസ ഷീറ്റ് സൂപ്പറല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് 2 ആഴ്ച വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നോമ്പിൻ്റെ മുമ്പ് നിങ്ങൾ ചെയ്ത് വെക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. എന്നിപ്പോൾ ഞാൻ ഇതിപ്പോൾ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു കണ്ടെയ്നറിലിട്ടിട്ട്. അപ്പോൾ പകുതി ഭാഗം ഞാൻ നാളെ എടുത്തിട്ട് ഞാൻ ചെയ്ത്